അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ മതി ടൈം. ഉള്ളി പൊളിക്കുന്നത് മുതൽ സെർവ് ചെയ്യുന്നത് വരെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പണി കഴിഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലതും ഒരേ ടൈമിൽ ചെയ്യണത് കേട്ടോ. ഞാൻ കുറച്ച് ബിരിയാണിയാണ് ഇത് വെക്കണത്. ഞങ്ങൾ 5 പേർക്ക് പാകത്തിൽ കഴിക്കാനുള്ള ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. 2.5 ഗ്ലാസ് അരി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് വീഡിയോയിലൂടെ കാണാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് മസാല പുരട്ടി വെക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ മസാല പിടിച്ച് വന്നോളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടി ആയാലും മതി, കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കളറുണ്ടാവും. പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലോർ പൗഡറും ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് ഒരു സൈഡിലേക്ക് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പണികൾ നോക്കാം കേട്ടോ. പിന്നെ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഉള്ളിയൊക്കെ പൊരിച്ച് വെക്കലാണ് കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യും അതുപോലെ തന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കണം. തീ കൂട്ടിയിട്ട് തന്നെ വെക്കുക കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെമ്മീനാകുമ്പോൾ നമ്മളൊക്കെ കൂടി ഒരുമിച്ചിട്ടാൽ മതി. അതൊന്ന് ചൂടാകുമ്പോൾ ഒന്ന് ചുരുങ്ങിക്കോളും. നമുക്ക് ഇടുമ്പോൾ നിറച്ചുള്ള പോലെ തോന്നും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീനൊക്കെ ഒന്ന് ചുരുങ്ങി കിട്ടിക്കോളും. അപ്പോൾ ആ പാത്രത്തിൽ കൊണ്ടുപോകും. ഞാൻ എല്ലതും ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് എല്ലതും ഒന്ന് ഒതുക്കി കൊടുക്കാം മീനിനൊക്കെ ഒന്ന്. ഇതേ സമയത്ത് തന്നെ ഞാൻ അരി എടുക്കുന്നുണ്ട്. ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. തിളപ്പിച്ച് ഉരി വെക്കാനാണ്. അപ്പോൾ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. 250 ml കപ്പിൽ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് വരുന്നവരെ അത് വെള്ളത്തിൽ കിടന്ന് കുതിർന്നോളും. ഉള്ളി പൊരിക്കാൻ വെച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളി വറുത്ത് കോരിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് വറുത്ത് കോരിയിട്ടെടുക്കുക. അടുപ്പ് ഒഴിവുണ്ടെങ്കിൽ എല്ലാതും ഒരേ സമയത്ത് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ പണി കഴിയും. അപ്പോൾ അടുക്കളയിൽ കുറേ സമയം നിൽക്കണ്ട, വേഗം പണി കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഇത് അണ്ടിപ്പരിപ്പ് ഇതേപോലെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി വറുത്ത് കോരാം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ പൊരിച്ചെടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ എണ്ണ നമുക്ക് മസാല വഴറ്റാൻ വേണ്ടി അതിലേക്ക് എടുക്കാം കേട്ടോ എണ്ണ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് ദമ്മിടുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാല ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ച നെയ്യുന്ന എണ്ണയൊന്നും കുറച്ച് ഈ പാനിലേക്ക് ഒഴിച്ചെടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ചെമ്മീൻ പൊരിച്ച എണ്ണ ലാസ്റ്റിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വഴണ്ട് വരാൻ മാത്രമുള്ള എണ്ണ ഒഴിച്ചെടുത്താൽ മതി. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. 3 മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി വാട്ടുന്നതിൻ്റെ ഇടയിൽ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുള്ള മീനൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് വേണം. അതിനായിട്ട് ഞാനൊരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഒരു 1/4 ഭാഗത്തോളം ഇഞ്ചിയും ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഉള്ളി നല്ലപോലെ വഴറ്റണം കേട്ടോ. എത്രത്തോളം വഴറ്റാൻ പറ്റുമോ അത്രത്തോളം വഴറ്റിയെടുക്കണം. അപ്പോഴാണ് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നാൽ അതിലേക്ക് നേരത്തെ അരച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മീൻ പൊരിച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അത് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മീൻ പൊരിച്ച എണ്ണ ഒഴിക്കുമ്പോൾ അതിലുള്ള ആ പൊടികളുണ്ടല്ലോ, പൊടികളോടും കൂടിയിട്ട് ഒഴിക്കുക. അപ്പോൾ ആ ചെമ്മീൻ്റെ ചുവക്കെ ഈ മസാലയിലേക്ക് വന്നോളും. അതിലുള്ള ചണ്ടികളൊക്കെ അതിലേക്ക് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് വടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മസാലയിൽ ചെമ്മീൻ്റെ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലും ഉണ്ടാകും മസാലയ്ക്ക്. എന്നിട്ട് തക്കാളിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞ് വേവണ വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി മസാലയിലേക്കുള്ള എരിവിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും
ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർക്കണ്ടേ. ഉപ്പ് ചെമ്മീനിലും ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് ഇടുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിടി പുതിന ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക. പുതിന ചേർക്കുമ്പോൾ തന്നെ ബിരിയാണീൻ്റെ ആ സ്മെല്ല് വന്ന് പുതിനയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഈ പുതിന തക്കാളിയിലേക്ക് മിക്സ് ആവുന്നവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മിക്സായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-10 മിനിറ്റ് വരെയെങ്കിലും അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക. അപ്പോൾ ആവി കൊണ്ടിട്ട് ആ മീനിൻ്റെ സ്മെല്ലും അതുപോലെ ടേസ്റ്റൊക്കെ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും. അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വരെയെങ്കിലും വേവിച്ചെടുക്കുക. ഇതേ സമയം തന്നെ ഞാൻ വേറൊരു അടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് തിളപ്പിച്ചൂറ്റി വെക്കുന്ന കാരണം വെള്ളം അളക്കൊന്നും വേണ്ട. അരി നല്ലപോലെ തിളച്ച് കിട്ടാനുള്ള എത്രത്തോളം വെള്ളം വെക്കാൻ പറ്റുക അത്രത്തോളം വെള്ളം വെച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്കുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ, ചെറിയ ജീരകം, വലിയ ജീരകം, അതേപോലെ തന്നെ സ്റ്റാർ, ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലകൾ. ഈ ചെമ്മീൻ മസാലയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട്. ഒരു അല്ലി കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു 5-10 മിനിറ്റും കൂടെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. നമ്മളെ മസാല റെഡി. അപ്പോൾ അവിടെ ആ ചെറിയ തീയിലൊന്ന് വേവിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ചോറിന് വെച്ച് വെള്ളത്തെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ വേഗം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് അരി നല്ലപോലെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നേരത്തെ ഉള്ളിയൊക്കെ പൊരിച്ച എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അരിയിലത്തെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ അരി ഒന്ന് നല്ല പോലെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ചോറിന് ടേസ്റ്റാണ് ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ. പിന്നെ ഈ അരിൻ്റെ വേവ് എന്ന് പറയുന്നത് ഒരു 3/4 ഭാഗത്തോളം വെന്താൽ മതി കേട്ടോ. ഓവറായിട്ട് വേവണ്ട, ബാക്കി ദമ്മിൽ കിടന്ന് വെന്തോളും. ഇതാ കറക്റ്റ് പാക വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഞാൻ ഈ പാത്രത്തിലേക്കാണ് കേട്ടോ ഊറ്റുന്നത്. എന്നിട്ട് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ദമ്മിടണം കേട്ടോ. ഈ വെള്ളം ഒന്ന് വാർന്ന് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ദമ്മിട്ട് അത്രയും നല്ലത്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മസാല പാത്രത്തിലേക്ക് തന്നെയാണ് ദമ്മിടുന്നത്. അതിന് വേണ്ടിയിട്ട് അതിലത്തെ മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഈ ഉള്ളിയൊക്കെ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ചൊരു ഓയിൽ, 1 ടീസ്പൂണോളം ഓയിൽ ഈ പാനിലേക്ക് ദമ്മിടാനുള്ള പാനിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചെമ്മീൻ മസാലയിൽ നിന്ന് ചെമ്മീൻ പെടാണ്ട് ആ മസാല മാത്രം കുറച്ചെടുത്ത് ആ എണ്ണയിലേക്കൊന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചോറ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ ബിരിയാണി റൈസ്, ബസ്മതി റൈസ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. അതേപോലെ തന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും വിതറി കൊടുക്കുക. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചില്ലേ ഉള്ളി, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ മുന്തിരി, അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് ചോറല്ലേ ഉള്ളൂ, 2.5 ഗ്ലാസ് അരി ഇട്ട് വെച്ചതല്ലേ, അപ്പോൾ ഒരു ലെയറായിട്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. അപ്പോൾ നടുവിലേക്ക് ഈ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. മസാലേൻ്റെ മുകളിൽ ചോറിട്ടിട്ട് ഇതേപോലെ തന്നെ കുറച്ചും കൂടെ ഗരം മസാല ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ഇട്ട പോലെ തന്നെ മല്ലിച്ചപ്പും ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല, ചോറിൻ്റെ മേലേക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ദമ്മിടുന്ന ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ദമ്മിടുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് നമ്മൾ ഏത് ദമ്മിടുന്ന പാത്രത്തിലാണോ ആ പാത്രം അടച്ച് വെച്ചിട്ട് അലൂമിനിയം ഫോയിൽ വേണമെങ്കിൽ വെച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ അടപ്പിന് ഇതാ ഈ ഹോളുണ്ടല്ലോ, ഈ ഹോൾ അടച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം ഫോയിൽ വേണ്ട, ഇതിലേക്ക് ചെറിയൊരു ടിഷ്യൂ വെച്ചെടുക്കും. ഇങ്ങനെയാണ് ഞാൻ കേക്കൊക്കെ ആക്കുമ്പോൾ ചെയ്യുക. ദമ്മിടുമ്പോൾ ഒക്കെ ഈ ഹോളങ്ങ് അടച്ച് വെച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക് ദമ്മായിട്ട് കിട്ടിക്കോളും. ഇതേ സമയം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും പുതിനയും ഈ തേങ്ങയിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ബിരിയാണിയിലേക്കുള്ള ചമ്മന്തി റെഡിയായി.
20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മൊന്ന് തുറന്ന് നോക്കാം. ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു ഫാമിലിക്ക് കഴിക്കാനുള്ള റെസിപ്പിയാണ് കേട്ടത്. അത്ര അളവാണ് എടുത്തിട്ടുള്ളത്. 2.5 ഗ്ലാസ് 1/2 കിലോ ചെമ്മീൻ പറയുമ്പോൾ കറക്റ്റ് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു വറ്റ് മണി പോലും ബാക്കി വരില്ല, കറക്റ്റായിട്ട് വരും ഈ അളവിൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിലൊക്കെ എരിവ് കറക്റ്റായിട്ടാണുള്ളത്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നല്ലതല്ലെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അതേപോലെ തന്നെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും എല്ലാവർക്കും ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.